ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്നേഹനിധി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു യാത്ര പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ഓൾറെഡി റെഡിയായി, കുഞ്ഞു റെഡി ആയിട്ടില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആദ്യമേ റെഡിയാക്കുന്നുണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. കുഞ്ഞു റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു. അയ്യോ, ആദ്യമോന്റെ മുടി ഇരിയില്ലേ? ആദ്യമോന്റെ മുടി ഇരിപ്പില്ല. അല്ല, ആദ്യം ഇപ്പൊ ഉറങ്ങാൻ പോവാണ്. അതിന് അവിടെ ചെല്ലുന്നതിന് മുന്നേ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനാക്കും. അതെ, അപ്പൊ ഞങ്ങള് ഓൾറെഡി സെറ്റായി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങള് മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാനും കുഞ്ഞും ആദ്യമോനും മാത്രമേ ഉള്ളൂ. അമ്മ അച്ഛനൊന്നും ഇല്ല. ഓക്കെ, ടാറ്റാ. എന്നെ കൂട്ടണ്ടാണോ പോണേ? വീഡിയോ ക്യാമറമാൻ ആദി. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് പോവാ. ആദി ടാറ്റ കൊടുക്കാൻ അച്ഛനെ കൊണ്ട് പോണം. ഓക്കെ, നമ്മളെവിടെ എത്തി? ഞങ്ങള് ജസ്റ്റ് കൊടുങ്ങല്ലൂരിന്ന് എറണാകുളത്തിന് പോവാണ്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. മൂത്തുകുന്നം പാലം എത്തി. എവിടെ? മൂത്തുകുന്നം പാലം എത്തി. മൂത്തുകുന്നം പാലം. ആക്ച്വലി ഇതിനിടയ്ക്ക് ഒരു ഐലൻഡ് പോലെ ഉണ്ടല്ലേ. രണ്ട് പാലത്തിനിടയ്ക്ക് കുറച്ച് സ്ഥലമായിട്ട് ഞങ്ങൾ സ്ഥിരം പോയിരിക്കുന്ന ഒരു പാർക്കാണ് കാണുന്നത്. അതെ, മുസ്രീസ് പാർക്ക് അല്ലേ. അത് കാണാൻ പറ്റുന്നില്ല ഏട്ടാ ഇതിനകത്ത്. അടുത്ത പാലം കൂടെ ഒന്ന് കാണിക്കട്ടെ. ഇവിടെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ, ഇതിലേ പോകുന്ന സ്ഥിതിക്ക് മൂത്തുകുന്നം പാലം കയറുമ്പോൾ ഒരു ക്യാമറ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ പാലത്തിലെത്തി. അന്ന് നമ്മള് ഇവിടെ പോകാൻ വന്നില്ലേ, ആദിക്ക് ചോറ് കൊടുക്കാനായിട്ട് ചോറ്റാനിക്കരെ പോകാൻ വന്നപ്പോഴേ മഴ പെയ്തിട്ടാണോ അറിയത്തില്ല. എടപ്പള്ളി സിഗ്നലിൽ ഫുള്ള് വെള്ളമാണ്. അതെ, നല്ല പോലെ വെള്ളം കെട്ടിട്ടുണ്ടല്ലേ. സംഭവം അറിയത്തില്ല, മഴ പെയ്തതിന്റെ എല്ലാം തോന്നുന്നു അല്ലേ. വല്ല പൈപ്പ് പൊട്ടിയതായിരിക്കും അല്ലേ, അറിഞ്ഞൂടെ ഇനി മഴ പെയ്താണോ. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി സിഗ്നലിൽ എത്തി. ലുലു കഴിച്ചല്ലേ. സൈഡില് വെയില് കാരണം ഞാൻ തുണി ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കൊന്നും കാണത്തില്ല. അതെ, നമ്മുടെ സ്ഥിരം ആൾക്കാർ വരുന്നുണ്ട്. വേണോ? വേണ്ട ചേച്ചി. നമ്മുടെ ഇരിക്കില്ല ഏട്ടാ, ഫോൺ താഴത്തേക്ക് വീഴും. അത് ഞാൻ മറ്റേ ബെഡ് വെക്കാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഓർക്കണില്ലേ. ആദിമോൻ ഉറങ്ങി. ആദിക്ക് കാറിൽ കയറിയാൽ അങ്ങനെയാണല്ലോ, ആദിമോൻ ഉറക്കാണ്, നല്ല ഉറക്കാണ്. ഇപ്പോൾ നമ്മളിനി എടപ്പള്ളിയിൽ നിന്ന് നമുക്ക് എങ്ങടെ ഏട്ടാ തിരിയണ്ടേ? വൈറ്റിൽ ആലപ്പുഴ നേരെ തന്നെ. വഴി മുഴുവൻ കൊന്ന പൂത്ത് നിൽക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഫുൾ ഒരു ഇല പോലും ഇല്ലാതെ മൊത്തം പൂത്ത് നിൽക്കുന്നല്ലേ. വിഷു ആകുമ്പോഴേക്കും മിക്കവാറും കൊന്ന പൂക്കൾ ഉണ്ടാവില്ല, അതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് മുഴുവൻ. എന്റെ വീട്ടിലൊരു കൊന്നയുണ്ട്, അത് പൂത്തിട്ടുണ്ട് അമ്മ പറഞ്ഞു. വിഷു ആകുമ്പോഴേക്കും തീരും. ഇപ്പൊ എല്ലാരും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യായിരിക്കും ഈ പൂക്കളൊക്കെ വെച്ചിട്ടേ. ഞങ്ങളുടെ ഓബ്രോൺ കഴിഞ്ഞു കേട്ടോ. ഓബ്രോൺ കഴിഞ്ഞു. ഭയങ്കര വെയിലാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പം ഞങ്ങളിത് ഇവിടെ നിർത്തി. കരിക്ക് കണ്ടപ്പോൾ കുടിക്കാൻ തോന്നി, അങ്ങനെ നിർത്തി. അപ്പം അതുപോലെ ആസ് യൂഷ്വൽ ആദ്യമോൻ ഉറങ്ങാണ്, നല്ല ഉറക്കമാണ്. അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ വയ്യ. അപ്പം ഏട്ടൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കരിക്ക് മേടിക്കാൻ നിൽക്കുകയാണ്. എനിക്ക് ഇങ്ങനെ യാത്ര പോകുമ്പോഴൊക്കെ കരിക്ക് കുടിക്കാൻ ഇരിക്കുക. ഏട്ടനും ഇഷ്ടമാണ് കേട്ടോ. ഏട്ടന് കുറച്ചും കൂടി ജ്യൂസുകളോടൊക്കെ ഇഷ്ടമുള്ള ആളാണ്. കുറച്ചും കൂടെ തണുപ്പുണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ജ്യൂസിനോടൊക്കെയാണ് ഏട്ടന് കുറച്ചുകൂടെ താല്പര്യം. എനിക്ക് പക്ഷേ കരിക്കാണ് കേട്ടോ ഇഷ്ടം. നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റിക്കും എല്ലാം കരിക്ക് കുടിക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പൊതുവെ എനിക്കിങ്ങനെ പുറത്തുനിന്ന് കുടിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനം കരിക്കാണ് കേട്ടോ. ഓക്കെ, അതെ, എന്റെ സപ്ലയർ എത്തി. ഓക്കെ, അപ്പം നമ്മൾ എടപ്പള്ളിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി ദൂരമായി. അപ്പം നമ്മൾ കരിക്ക് ആദ്യമോനെ എഴുന്നേറ്റു. കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ.
അതെ, അപ്പൊ കറക്റ്റ് ആദ്യം എഴുന്നേറ്റു. പിന്നെ ആദിക്ക് ഇത്തിരി കൊടുക്കാന്ന് വിചാരിച്ചു. ആദി ഇങ്ങോട്ട് നോക്കിയേ, ആദ്യ കരിക്കിന്റെ ഹായ് പറഞ്ഞേ. ആദ്യമൻ സൂപ്പർ. ആദ്യമൻ ഹായ് പറയാൻ അടിപൊളിയാണ്. എല്ലാ വീഡിയോയിലും ആദ്യമൻ ഹായ് പറയുന്നുണ്ടാവും. ഒരു ഹായ് കൂടി പറയോ ആദ്യമൻ? ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ. ഒരു മുമ്പടുത്ത് എല്ലാവർക്കും മുമ്പടുത്ത്. അപ്പൊ ഓക്കെ, ഞങ്ങക്ക് ഇവിടുന്ന് ഇനി ഏകദേശം 1.5-2 മണിക്കൂർ എടുക്കും. നമ്മള് പോണത് അത് നീ തന്നെ പറഞ്ഞത് നല്ലത്. അപ്പൊ നമ്മള് ശരിക്കും ഈ യാത്ര എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കസിന്റെ മാരേജ് റിസപ്ഷന് പോവാണ് കേട്ടോ. കല്യാണം നമുക്ക് പോകാൻ പറ്റിയില്ല, ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. നമുക്ക് ഒരുപാട് ദൂരം മോനെ വെച്ച് ട്രാവൽ ചെയ്യാനുള്ള കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ വെഡിങ് റിസപ്ഷൻ വന്നിട്ട് ഇവിടെ കായംകുളത്ത് വെച്ചിട്ടാണ്, മാവേലിക്കര. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാം കാണാം. അതെ, നമ്മൾ ഇന്ന് തന്നെ വരേണ്ടതാണ്. നമ്മുടെ അവിടുത്തെ സാഹചര്യം പോലെ നമ്മള് തീരുമാനിക്കും. സമയം നമ്മൾ ഇറങ്ങാൻ ഇത്തിരി ലേറ്റ് ആവുകയും ചെയ്തു. അതെ, അവിടെ ഉച്ച കഴിയുമ്പോഴേക്കും റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഏകദേശം എത്തുമ്പോ തന്നെ അവിടെ 1:30 ആവും. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞേ. എത്താൻ തന്നെ നമ്മളിവിടെ 1:30 ആവുമെന്ന് തോന്നുന്നു, നമ്മളിപ്പോഴത്തെ ഒരു യാത്ര രീതി അനുസരിച്ച്. അപ്പൊ നമ്മളിതേ ഒരു ടോൾ ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ ഫാസ്ടാഗിന്റെ ഇത് എടുക്കാൻ പോയത് നമ്മുടെ വണ്ടിയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ നിയർ ബൈ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് ഫാസ്ടാഗിന്റെ എടുത്തു. കിട്ടിയോ ഏട്ടാ? ഓക്കെ, കിട്ടി. അപ്പോ നമുക്ക് ഫാസ്റ്റാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഇവിടെ ഒട്ടിക്കാം, ഈ സൈഡിൽ അങ്ങനെ ഒട്ടിക്കാം, ഈ സൈഡിൽ ഒട്ടിക്കാന്ന് വിചാരിക്കണേ. അപ്പോൾ ഇത് നമുക്ക് 550 രൂപയായിട്ടോ ഫാസ്റ്റാഗിന്. ഇങ്ങനത്തെ 200 രൂപ ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞ് അവർ. ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് 200 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫാസ്റ്റാഗ് ഇപ്പോൾ കിട്ടി. ഇത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെയാണ്. ഞാൻ റീചാർജ് ചെയ്യുന്നതും ഒക്കെ അവർ അടിപൊളിയായിട്ട് കാണിച്ചു തന്നു നമുക്ക്. ഇതെങ്ങനെയാണ്, ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും ഗൂഗിൾ പേയിൽ ഫാസ്റ്റാഗിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് ഏത് ബാങ്കിൻ്റെ ആണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ADCB ആണെങ്കിൽ ADCB ഇല്ലല്ലോ ഇവിടെ, എന്താണ് SBI ആണെങ്കിൽ SBI സെലക്ട് ചെയ്യാം. കാനറ ബാങ്ക്, അങ്ങനെ ഓരോ ബാങ്കും സെലക്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് അതിനകത്ത് തന്നെ നമുക്ക് അങ്ങനെ റീചാർജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഒട്ടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പോവുകയാണ്. ഓക്കെ, ഞങ്ങളങ്ങനെ ട്രെയിൻ പോകുന്നിടത്ത് പെട്ടുപോയി ഗൈസ്. ഇവിടെ നമ്മളുടെ കുഞ്ഞാപ്പി ഉണ്ട്. കുഞ്ഞോ, ആദിമോനെ വിശന്നിട്ട്. ആദിമോനെ വിശക്കുന്നുണ്ടോ? ആദിമോനെ വിശക്കുന്നുണ്ടോ? മുന്തിരി കഴിച്ചോട്ടാ. അതെ, പക്ഷെ ഇന്നെന്താണോ ആദ്യം മുന്തിരി കഴിക്കണില്ല, എടുത്ത് നിലത്തിട്ടോണ്ടിരിക്കുക. ആദ്യം മുന്തിരി കഴിച്ചോടാ. മുന്തിരി എടുക്ക. അത്തമ്മേ, ചീട്ടെടുക്ക്, മുന്തിരി എടുക്ക്, മുന്തിരി എടുത്തേ. അയ്യോ, ട്രെയിൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം എത്താറായി അല്ലേ? അതന്നെ, നമ്മളിനി ഏകദേശം ഒരു 10-20 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുന്നതായിരിക്കും. അപ്പൊ നമ്മളിത് അവസാനം എത്തി. തടത്തിലാൽ എന്നാണ് സ്ഥലപ്പേര് അല്ലേ? നമ്മൾ എത്തിട്ടോ. കസിൻസ് ഒക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഒരാൾ നിൽക്കുന്ന ആക്കിയില്ല. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. ഏട്ടൻ കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നു വരുന്നുണ്ട് ആദ്യമോൻ്റെ ബാഗൊക്കെ ആയിട്ട്. ഞാനും ആദ്യം അവിടെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ റിസപ്ഷൻ്റെ സ്ഥലത്ത് നമ്മളെത്തി. അപ്പോൾ അവർ വീട്ടിൽ തന്നെയാണ്, നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു റിസപ്ഷനെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു അവിടെ, അതിനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കസിനാണ് കേട്ടോ, ആരതിയും ആനന്ദും. ഇത് എൻ്റെ കസിൻസാണ്. ഞങ്ങൾ അവരെ കണ്ട് വർത്താനം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കയറി ചെല്ലുമ്പോഴേ നമുക്ക് ഫുഡിൻ്റെ സെക്ഷനായിരുന്നു അവിടെ വെച്ചിരുന്നത്. അപ്പോൾ വെറൈറ്റി ടൈപ്സ് ഓഫ് ചായകളുടെ പലതരത്തിലുള്ളതുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മുടെ പൊട്ടറ്റോ വെച്ചിട്ടുള്ള സ്പ്രിംഗ് പൊട്ടറ്റോയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പ്രിംഗ് പൊട്ടറ്റോ പറഞ്ഞു. ആദിക്ക് അത് കണ്ടപ്പം അവിടെ നോക്കിയിരുന്നു. പക്ഷേ ആദിക്ക് കഴിക്കാനൊന്നും കൊടുക്കില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ അത് വാങ്ങിച്ചു. ആദ്യം അത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് ആദ്യം അവിടെ നിന്ന് പോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈവായിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാണാനായിട്ടും കഴിക്കാനായിട്ടും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളത് വാങ്ങി. അപ്പോൾ അതെടുത്ത് ഏട്ടന് കൊടുത്തു. ഏട്ടൻ്റെ കയ്യിലായിരുന്നു ആദ്യം ഇരുന്നത്. ആദ്യക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അത് മസാലയ്ക്ക് എരിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യക്ക് കൊടുത്തില്ല. ആദ്യക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ എടുത്ത് കൊടുത്തത്. അപ്പോൾ ആദ്യക്കത് കഴിക്കാനും ഇഷ്ടമാണ്, പിന്നെ അവന് ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാമല്ലോ ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട്. അപ്പോൾ അതങ്ങനെ കൊടുത്തു. പിന്നെ ഐസ്ക്രീം, ഫ്രൈഡ് റൈസ്, ചിക്കൻ വെറൈറ്റികളായിട്ടുള്ളത്, അങ്ങനെ പിന്നെ നമ്മുടെ സാധാ മീൽസ് അതൊക്കെ ഉണ്ടായിരുന്നു, ഫുഡുകളുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് അവിടെ അട്രാക്ഷൻ ആയിരുന്നത് ബൺ പൊറോട്ട ആയിരുന്നു കേട്ടോ. നമ്മുടെ ഹൃദയ സിനിമയിൽ കാണിക്കുന്ന ബൺ പൊറോട്ട ഞാനത് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളകത്ത് കയറി അവരെയൊക്കെ കണ്ട് വിഷയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചത് കേട്ടോ. You ain't see me activated. You better hope that you never see me agitated. I think about my actions, plan them out, evaluated. That's how I end up on the top, man, I'm calculated. My mind's a weapon, my body is the engine. I'm never second guessing, I just do what I was destined. Cause I feel I got the blessing, persistence and obsession. That's how you keep progressing, I already learned that lesson, yeah. I'm changing who I am. I'm making a new plan, rearranging my life, and I won't look back ever again. You can't stop what's moving. You can't stop what's moving. I'm changing my life, and I won't look back ever again. No fear, see clear, you deserve to be great. I know it feels like things get in your way. Push through those. അപ്പോൾ നമ്മളങ്ങനെ അവിടെ കയറി കേക്ക് കട്ട് ചെയ്തു, ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കനും പെണ്ണും. നിങ്ങൾ കണ്ടല്ലോ, ജിഷയും സുജിത്ത് എന്നാണ് പേര്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നു. കാരണം ആദ്യം അടുത്തിട്ടുണ്ടായിരുന്നു, ആദ്യം നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോറെടുത്ത്, സാധാ ചോറുണ്ടായിരുന്നു, അപ്പോൾ അതും പപ്പടവും കൂട്ടി കുറച്ച് അവിയലൊക്കെ കൂട്ടി ആദിക്ക് കൊടുത്തു. ഇനി നമ്മളും കഴിച്ചു, ബൺ പൊറോട്ടയും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കസിൻസിനെ ഓരോരുത്തരെ ആയിട്ട് കണ്ടു. അപ്പോൾ ഇത് നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ അനിയനാണ് കേട്ടോ, അജിത്ത്. അപ്പോൾ നമ്മൾ ഭയങ്കര കമ്പനിയാണ്. എൻ്റെ അനിയനും ഇവരും ഒക്കെ ഭയങ്കര കമ്പനിയാണ്, ഞാനും അതെ. അപ്പോൾ നമ്മൾ ഓരോ കസിൻസിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആദിമോൻ ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ നടക്കുന്നുണ്ടായിരുന്നു. ആദിനെ നമ്മൾ ഡ്രസ്സ് മാറ്റിക്കണം, എല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നമുക്കതിനൊന്നും ടൈം കിട്ടിയില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇത്തിരി ലേറ്റ് ആയിരുന്നു എത്തിയപ്പം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് സമയം കിട്ടിയില്ല. പിന്നെ അവൻ ഇടിച്ചിരുന്നത് നല്ല ഡ്രസ്സായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ആക്റ്റീവായി. ഇപ്പോൾ അവിടെ എല്ലാവരുടെയും കൂടെ കൂട്ടുകൂടി നടക്കലും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കലായിരുന്നു മെയിൻ പരിപാടി. അപ്പം അങ്ങനെയൊക്കെ ആദ്യം ഹാപ്പി ആയിട്ട് നടന്നു. ഇതെൻ്റെ വല്യച്ഛനാണ്. അപ്പോൾ വല്യച്ഛനും ആദിമോനും കൂടെ കമ്പനിയായി. വല്യച്ഛൻ്റെ അടുത്ത് പോകുന്നതിന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചേച്ചിയാണോ? ആദി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സുജിത്തും ജിഷയും നമ്മുടെ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും. അപ്പോൾ അവർ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അവസരമായിരുന്നു ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ വർത്തമാനം പറയാനായിട്ട് ചെന്നു. ഞങ്ങളിരുന്ന് സംസാരിക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഇവരുടെ കല്യാണം 2 വർഷം മുന്നേ ഫിക്സ് ചെയ്തതാണ്. പക്ഷേ കൊറോണയൊക്കെ കാരണം അത് നീണ്ട് ഇപ്പോഴാണ് നടന്നത്. ആക്ച്വലി ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് എന്നെ ഏട്ടൻ പെണ്ണ് കാണാൻ വരുന്നതും ഞങ്ങളുടെ കല്യാണമൊക്കെ നടക്കുന്നത്. പക്ഷേ കൊറോണ വന്ന് ഇവർ രണ്ടുപേരും സുജിത്ത് അബ്രോഡായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം
കല്യാണം ലേറ്റായിപ്പോയി. അത് കഴിഞ്ഞ് ജിഷ അബ്രോഡിന് പോയി. അപ്പം രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സമയമൊക്കെ നോക്കിയിട്ട് ഇപ്പോഴാണ് എന്നിട്ട് മാരേജ് നടന്നത്. അപ്പം അങ്ങനെ അവർ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ ഈ കസിൻസ്, നമ്മുടെ മെയിൻ ഞങ്ങളെ ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിമോൻ അതിൽ നടക്കുന്നുണ്ട്. ആദ്യം അവിടെ ചെന്നപ്പോൾ നടക്കാൻ ഷൂ ഒക്കെ ഇട്ട് നടക്കാറായപ്പോൾ ആശാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് മാമന്മാരെയും മാമിമാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ നടന്നു. കുറേ നേരം ആയല്ലോ നിർത്തണില്ലേ? എടാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് എല്ലാവരോടും പറയാന്ന് വിചാരിച്ചു. അപ്പോൾ ആദിമോനെ ഞാൻ വെറുതെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കസേര കയറ്റി നിർത്തി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ അതിൽ നടന്നിട്ട് ചൂടൊക്കെ ആയപ്പോൾ ആളുടെ ചെറിയൊരു കരച്ചിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങി. ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. പൊതുവേ ഊഞ്ഞാലാടാനാണ് ആദ്യം ഏറ്റവും ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കയറ്റി നിർത്തി കുറച്ച് ഫോട്ടോസ് എടുപ്പിച്ചു. അപ്പോൾ അവിടെ സുജിത്ത് പറഞ്ഞു കുറച്ച് പിക്സാണ് അവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിക്സ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ അതിനെ നിർത്തി കുറച്ച് ഫോട്ടോസ് എടുത്തു. പക്ഷേ ആദ്യം ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങനെയൊക്കെ ചിരിങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ എന്താണെന്ന് അറിയില്ല, എന്നാലും സ്റ്റഡി ആയിട്ടൊക്കെ നിന്ന് തന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആദിമോൻ നിൽക്കുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യം ഇപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്. ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ ആദ്യം നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ആദ്യയുടെ അങ്ങനത്തെ കുറച്ച് പിക്സൊക്കെ ഞങ്ങൾ എടുപ്പിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും അവർ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും വട്ടമേശ സമ്മേളനം കൂടി എല്ലാവരുമായിട്ട് കത്തിയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഫംഗ്ഷനൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് റൂമിൽ കയറിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ പുറത്തുണ്ട്. ആദ്യമേ പാമ്പേഴ്സ് മാറ്റാനും ഉള്ള പരിപാടിയിലൊക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങളുടെ ഇടപാട് തീർന്നു. അതെ, യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണ്. അതെ, ഞങ്ങൾ യാത്ര ചെയ്യുന്നതൊക്കെ ചെറിയ ദൂരങ്ങളാണ്. 3 മണിക്കൂർ 4 മണിക്കൂർ യാത്രയുള്ള മിനിമം ദൂരം അത്രയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ആദ്യമോനെ ഡ്രസ്സ് വഴിയിൽ നിന്നൊക്കെ മാറ്റിക്കണം. വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്നു, സ്റ്റൈലഡ് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയി. ഇവിടെ ഉച്ചയ്ക്ക് പരിപാടി തുടങ്ങുന്നത് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഏകദേശം 1:30 ഒക്കെ ആയില്ലേട്ടാ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ അതിനെ ആ ഡ്രസ്സ് ഡീസലി കയറ്റി. ഇപ്പോഴാണ് ഡ്രസ്സ് മാറുന്നത്. അതിന് ഫുഡൊക്കെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു വീട്ടിലെ റൂമിൽ ഞങ്ങൾ കൈയിളക്കി ഡ്രസ്സ് മാറ്റിക്കുകയാണ്. കുറച്ച് നേരം ഞാൻ ആദ്യം ഡ്രസ്സ് ഇല്ലാതിരിക്കട്ടെ അല്ലേ. ആദ്യം ആദ്യയുടെ അച്ഛനോടെ കളിക്കുകയാണ് കേട്ടോ. ആദ്യം അച്ഛയ്ക്കൊരുമ്മ കൊടുത്തേ. അച്ഛയ്ക്കും കൊടുത്തേ. അച്ഛനും മോനോട് കളിക്കാണ്. ഞാൻ മടുത്തു, അവശയായി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏട്ടൻ വിശന്ന് ഏട്ടന്റെ നശിച്ച്. നമ്മൾ വന്നപ്പോ തന്നെ ഫുഡൊക്കെ എല്ലാരും ഒരിടത്ത് റിസപ്ഷന്റെ പരിപാടികൾ നടക്കുന്നു, ഒരിടത്ത് ഫുഡ് കഴിക്കുന്നു, അങ്ങനെയായിരുന്നു അല്ലേ ഏട്ടാ? ഇനി ഇന്ന് തന്നെ തിരിച്ചു പോണോ? അതാണ് എന്റെ ചോദ്യം. എപ്പോ? പാപ്പ ഇല്ലാതെ പാപ്പ കാക്കുണ്ട്. ആദിക്ക് വേറെ ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല. ഏത് നേരം പാപ്പ തന്നെ. പാല് കുടിക്കണം അല്ലേ? അതിലെല്ലാമാണോ വേണ്ടേ? ഷർട്ട് വേണ്ട, ഈ ഡ്രസ്സ് ഇടിച്ചാൽ അവന് ഇത്തിരി സിമ്പിളായിട്ട് കാറിലിരിക്കാൻ പറ്റും. ഇങ്ങനെയാണോ ഇടിക്കണേ? അങ്ങനെയല്ല, അത് ഫ്രണ്ട് ഏതാന്ന് നോക്കിയാ. ഓക്കെ, ആദിമോൻ ഫ്രണ്ട് ആണ്. ആദിമോൻ എന്റെ ഫ്രണ്ട് ആണ്. ഓക്കെ ഓക്കെ, ആദിമോൻ ട്രഷർ ഇട്ടു. അച്ഛ കെട്ടിപ്പിടിച്ച് ഓക്കെ 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 ഓക്കെ. സെറ്റ്, സൂപ്പർ. ഫാൻ ഇടോ? ഫാൻ ഇടും, ആദ്യം ഓഫ് ചെയ്യും. ഞാനിടും, ആദ്യം ഓഫ് ചെയ്തു. സെൻസറോ? ഓക്കെ, ഇതിടാം. വേണ്ട വേണ്ട, സ്വിച്ചിൽ കളിക്കരുത്. ആദ്യം എവിടെ ചെന്നാലും സ്വിച്ച് ഇടണം.
ആദ്യം ബൗബോ ഒരു അപ്പുറത്തുനിന്നാ. അതെ അമ്മ പിടിക്കാം. കഴിഞ്ഞല്ലോ. അടുത്ത കൈ എവിടെ? അതിവന്റെ കൈ എവിടെ? കൈ അയ്യോ അതിവന്റെ കൈ കാണില്ലല്ലോ. ഡിസ്കോ സൂപ്പർ. ഓ സുന്ദരനായിട്ട് ആദ്യമ സുന്ദരനായിട്ടില്ല. സുന്ദര രണ്ടുപേരും ബ്ലൂ ആണല്ലോ അച്ഛൻ മോന. ബ്ലൂ വെള്ളം എടുക്കട്ടെ വെള്ളം. അപ്പോൾ ഓക്കെ, നമ്മളുടെ ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ അടിപൊളിയാക്കി ഉഷാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആദിമോനും കുഞ്ഞും കൂടി കാറിൽ കയറി. ആദിമോൻ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാറിൽ കയറ്റി AC ഇരുത്തിയിരിക്കുകയാണ്. പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പൊ നമ്മളിത് പോകാനായിട്ട് കാറിൽ കയറിട്ടോ. നമ്മളൊരു കോലമായി. ആദിമോനൊക്കെ ഭയങ്കര വാശി ആയതുകൊണ്ട് നമ്മൾ വേഗം വന്ന് ഇവർ രണ്ടുപേരും നേരത്തെ കാറിൽ കയറി. AC ഇട്ട് കാറിൽ കയറിയിരുന്നു. ഭയങ്കര വെയിലൊക്കെ വന്നു. അത് കാറ് ഭയങ്കര ചൂടായി കിടക്കായിരുന്നു നമ്മൾ വെയിലത്ത് പാർക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് ആദ്യനെ കയറിയിട്ട് പാല് കൊടുത്ത് ആദ്യം ഉറങ്ങിട്ടോ. ആദ്യമോനെ ഉറങ്ങി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പതുക്കാം വണ്ടി എടുക്കാം. പോകാനുള്ള പരിപാടികൾ നോക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളിത് ചേർത്തല എത്തിയിട്ടുണ്ട് കേട്ടോ. ചേർത്തലെത്തി ആദ്യം കുറച്ച് ഫുഡ് കൊടുക്കുകയാണ്. ഞാൻ കല്യാണ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്തോണ്ട് പോകുന്നായിരുന്നു ആദ്യക്കുള്ളത്. കാരണം നമ്മുടെ സ്വന്തം വീടല്ലേ, പിന്നെ കുഴപ്പമില്ല. കുറച്ച് ഫുഡ് എടുത്തു. ആദ്യം ഇപ്പൊ വിശന്ന് വയ്യാണ്ടേ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ആശാൻ. അപ്പൊ അതേ കുറച്ച് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ റോഡ് സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. കൊടുത്തിട്ട് ഇനി പതുക്കാം. ആദ്യം കഴിക്കണമൊന്നുമില്ല അല്ലേ, വെറുതെ വാശി കാണിക്കൽ മാത്രമേ ഉള്ളൂ. ആള് പക്ഷെ അവൻ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻ ചെയ്താൽ മാത്രമേ അവൻ കഴിക്കുള്ളൂ. ആദ്യമോ കഴിക്കണില്ല കേട്ടോ, ചുമ്മാ വാശി കാണിക്കുക. ആദ്യം എന്തിനാ കുറുമ്പെടുക്കണേ? എന്തിനാ കുറുമ്പെടുക്കണേ? നമ്മുടെ സെൽഫി സ്റ്റിക്കൊക്കെ ആശൻ ഒടിച്ച് ആദ്യമോനത് ഒടിച്ച് തകിട് പൊടിയാക്കാനുള്ള പരിപാടിയാണ് സെൽഫി സ്റ്റിക്കൊക്കെ. അവന് കഴിപ്പത്ര ശരിയാവില്ല, നമ്മൾ നിർബന്ധിച്ച് കൊടുത്തിലോട്ട് കഴിക്കോ ഇല്ല. അതെ, ഇപ്പൊ ചെറുതായിട്ട് വിശക്കണ പോലെ കാണിച്ചിട്ടാണ്. എപ്പോഴും പാല് കുടിച്ചോണ്ടിരിക്കും. അവനപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് പാല്. ആദ്യം എങ്ങനെ എല്ലാവർക്കും ഹായ് കൊടുക്കണം? എങ്ങനെയാ ആദ്യം എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് ആൾ കാണുന്നില്ല, അതുകൊണ്ടാണ് ഹായ് തരുന്നത്. തെറ്റിപ്പോയി. ബാക്ക് ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് ആൾ കാണുന്നില്ല, അതുകൊണ്ടാണ് ആദ്യം ഹായ് തരാത്തത്. അല്ലെങ്കിൽ ആദ്യം ഹായ് തരുന്നതാണ്. ആദ്യമോനെ ദേ വീഡിയോ എടുക്കുന്നു. കാണില്ല എൻ്റെ ഇത് മാത്രം കാരണം. വീഡിയോ എടുത്താൽ മതി. അച്ഛങ്ങനെ വീഡിയോ എടുക്കാം. അച്ഛങ്ങനെ വീഡിയോ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ മാറിയിരിക്കുന്നു. ഞങ്ങളുടെ ഡ്രൈവർ കുഞ്ഞുവിനെ കയറ്റി. എനിക്ക് വീണ്ടും അടുത്തു. കുഞ്ഞു കയറി. ആദ്യമോനും ഞാനും ഇവിടെ ഇരുന്ന് ഗുസ്തി പിടിക്കുന്നു. എല്ലാവർക്കും സുഖാണ്. പക്ഷെ ആദ്യം എന്നെ തല്ലുന്നുണ്ട്, മാന്തുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്. ഗുഡ് ബോയ് ആണ്. അച്ഛക്കുമ്മ വരൂ. നിനക്ക് എന്താ വേണ്ട? ഈ കാറ് പൊളിക്കാൻ തരണോ? ഈ കാറ് പൊളിക്കണോ നിനക്ക്? അമ്മയുടെ അടുത്ത് പോയിരിക്കണോ? അങ്ങനെ പറ്റത്തില്ല. നീ അമ്മയുടെ അടുത്ത് പോയിരിക്കാൻ പറ്റത്തില്ല. ഇല്ല. ദേ വണ്ടി വരുന്ന നോക്കിയ ബസ് എവിടെ? അമ്പോറ്റിന് പ്രാർത്ഥിക്കണ എങ്ങനെയാ? അമ്പോറ്റിന് പ്രാർത്ഥിക്കണെന്ന് കാണിച്ചെന്നേ. ഗുഡ് ബോയ് അമ്പോറ്റിന് പ്രാർത്ഥിക്കണം. ഹെഡ് കാണിച്ചെന്നേ. സ്റ്റൊമക്ക് ആദ്യമാണ്. എനിക്ക് ഉമ്മരുന്നല്ലോ. സ്റ്റൊമക്ക് എവിടെ? സ്റ്റൊമക്ക് കാറ് പിന്നെ പൊളിക്കാൻ തരാം അച്ഛാ, പിന്നെ പൊളിക്കാൻ തരാം. സ്റ്റൊമക്ക് കാണിച്ചാ? സ്റ്റൊമക്ക് അച്ഛന്റെ ഇഷ്ടമാണോ? അച്ഛന്റെ ജീവനാണോ? അച്ഛന്റെ പെണ്ണാണോ? അതിക്കെന്താ വേണ്ടേ? ഓക്കെ, എല്ലാവരും ടാറ്റ പറഞ്ഞേ. ടാറ്റ. ഞങ്ങള് വീടെത്താറായി എന്ന് പറ. ടാറ്റ പറഞ്ഞേ. ഓക്കെ, ഒന്നും കാണുന്നില്ല. ഞങ്ങൾ ഡ്രൈവർ അതിവിപുലമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവർക്കൊന്നും കാണുന്നില്ല, ഞങ്ങൾക്കും ഒന്നും കാണുന്നില്ല. വരുന്നവർ നല്ലവണ്ണം ലൈറ്റ് അടിച്ച് കണ്ണടിച്ച് പൊളിക്കുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം ആരും ഡിം ചെയ്യില്ല. ഞാൻ ഡിം ചെയ്തിട്ടിരിക്കട്ടോ. ഗുഡ് ഗേൾ. ആദ്യം നീ കുറുമ്പടിക്കരുത്. ശരി. ഡ്രൈവിംഗ് മിക്കവാറും തന്നെ അവസാനിക്കും. അപ്പൊ നമ്മളിതേ എവിടെ എത്താനായിട്ടാ? എടപ്പള്ളിയിലേക്ക് എത്തി. അപ്പൊ നമ്മളപ്പോ ഒരു കോഫി കുടിക്കാം എന്ന് വിചാരിച്ചു. കാരണം നമ്മള് വീട്ടില് സ്പെഷ്യലായിട്ട് അമ്മ
മട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യൽ മട്ടൻ ആൻഡ് പൊറോട്ട ഉണ്ടാവില്ലേ അറിയില്ല, എന്തായാലും മട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ വിളിച്ച് പറഞ്ഞു നമ്മളോട് ഫുഡ് കഴിക്കണ്ട, എത്താറായി എന്ന് പറഞ്ഞു ഏകദേശം. നമുക്കിപ്പോ ഇനി ഇവിടുന്ന് 1 മണിക്കൂർ അല്ലെ, 1 മണിക്കൂറുണ്ടോ? നമുക്കിപ്പോ ഏകദേശം സമയം അതിന്റെ 7:45 8 മണിയോട് അടുക്കുന്നു. 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്താം അല്ലെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് കഴിക്കാം, ഇപ്പൊ കോഫി കുടിക്കാന്ന്. അപ്പൊ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിതേ കോഫി കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. സ്റ്റാർബക്സിലാണ് കയറിയത് കേട്ടോ. ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു കോഫി കുടിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ കയറി. അപ്പോൾ ഞാൻ ദേ ഓർഡർ ചെയ്യാനായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ആദിമോനെയും കൊണ്ട് നടന്ന് എല്ലാം വീഡിയോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ സിഗ്നേച്ചർ കോഫിയും പിന്നെ ഏട്ടന് കോഫി ലാറ്റ് കാരമലിൻ്റെയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് അവരുടെ സിഗ്നേച്ചർ കോഫി ഇഷ്ടമാണ്. അപ്പം അതിനകത്ത് ക്രീം ഇതെല്ലാം അവിടെ വന്നിട്ടുള്ളത് ഇഷ്ടമാണ്. അപ്പം ആദ്യക്ക് ഞാൻ അതിൻ്റെ ക്രീം കുറച്ച് കൊടുത്തു. ആദ്യം വെറുതെ ഇരിക്കാനുള്ളൂ എന്ന് എഴുതിയിട്ട് ആദ്യക്ക് കുറച്ച് ക്രീം കൊടുത്തു. അവനത് ഇഷ്ടമായി. അവന് പൊതുവേ സ്വീറ്റ്സ് ഭയങ്കര മധുരമുള്ളതെല്ലാം ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ അടങ്ങിയിരിക്കട്ടെ എന്ന് എഴുതി ഇത്തിരി കൊടുത്തതാണ്. പിന്നെ ഇപ്പോൾ ഉറക്കമൊക്കെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ അവന് അത്ര ക്ഷീണമൊന്നുമില്ല. അവനതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് കോഫി കുടിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഏട്ടൻ കാരമൽ കോഫി ലാറ്റയാണ് പറഞ്ഞത്. കാരമലാണ് ഫ്ലേവർ പറഞ്ഞത്. എനിക്ക് കാരമലിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഏട്ടന് ഇഷ്ടമാണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. ആദ്യം ഞാൻ ഷുഗർ ഫ്രീയുടെ ഒരു കവറ് വെറുതെ കയ്യിൽ കൊടുത്തതാണ് അവിടെ ഇരിക്കാൻ വേണ്ടി. കുറച്ച് നേരം അതൊക്കെ പിടിച്ച് കളിച്ചു. അപ്പം ഞാനും ദേ എൻ്റെ കോഫി കുടിച്ചു. എനിക്ക് ഈ ഫ്ലേവർ നേരത്തെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ഫ്ലേവറാണ്. എനിക്കതുകൊണ്ട് നേരത്തെ ഇഷ്ടമാണ്. അപ്പോൾ ആദിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷേ അത് ജസ്റ്റ് ഞാൻ ചുണ്ടൊന്ന് ഗ്ലാസ്സിൽ ടച്ച് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അത് ഭയങ്കര ചൂടാണ്, അവന് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദിക്കത് ജസ്റ്റ് ഒന്ന് ആ സ്റ്റിക്കിൽ വെച്ചിട്ടൊന്ന് കൊടുത്തു. അപ്പോൾ ആദിക്കത് വീണ്ടും വേണം. അപ്പോൾ അതിനകത്ത് ക്രീമുള്ളത് അവന് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടത് വീണ്ടും വേണം. പക്ഷെ ഞാൻ തൽക്കാലം സ്റ്റിക്ക് അവൻ്റെ കയ്യിൽ കൊടുത്ത് അവനെ പറ്റിച്ചു. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും എൻ്റെ കോഫിയിലൊന്ന് മുക്കും, അവനൊന്ന് വയ്ക്കും, എന്നിട്ട് വീണ്ടും മുക്കും. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടം കൊണ്ട് നിർത്തുകയാണ്. ആക്ച്വലി നമ്മളിതിൻ്റെ എൻഡ് വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ അത് ബൈ ചാൻസ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അതിനകത്ത് പറയണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.